അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാനെൻ നാഥനെ. കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാനെൻ നാഥനെ. കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. നിന്നോളം കഷ്ടമേറ്റവർ മണ്ണിലാരുള്ളൂ, നിന്നോളം പീഡയേറ്റവർ ഭൂവിലാരുള്ളൂ. നീ മാത്രം സ്നേഹത്തിൻ ജീവനാളം, നീ മാത്രം മോക്ഷത്തിൻ മാർഗദീപം. അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാനെൻ നാഥനെ. കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. മൂർധാവിൽ ആഴ്ന്നിറങ്ങിയ മുള്ളുകോർത്ത ശിരോരുഹം, ക്രൂശോളം ത്യാഗമാർന്ന നീതിമാന്റെ ഗൽഗതം. മൂർധാവിൽ ആഴ്ന്നിറങ്ങിയ മുള്ളുകോർത്ത ശിരോരുഹം, ക്രൂശോളം ത്യാഗമാർന്ന നീതിമാന്റെ ഗൽഗതം. കൺകളിരുളുന്നു, വഴിയിൽ പാദമിടറുന്നു, വീണു തകരുന്നു, പ്രാണൻ നൊന്തു പിടയുന്നു. കൺകളിരുളുന്നു, വഴിയിൽ പാദമിടറുന്നു, വീണു തകരുന്നു, പ്രാണൻ നൊന്തു പിടയുന്നു. ഞാൻ ചെയ്ത പിഴകളെല്ലാം നീ ചുമക്കുന്നു, നീ ചുമക്കുന്നു. അങ്ങു ദൂരെ കാൽവരിയിൽ കണ്ടു ഞാനെൻ നാഥനെ. കാരിരുമ്പിൻ ആണിയേറ്റു നൊന്തു പിടയും യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നതുകൊണ്ട് അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ട് എപ്പോഴും ഞങ്ങളെ സഹായിച്ച്, ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ശക്തിപ്പെടുത്തി, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യീശോയെ ഞങ്ങളൊന്നു ചേർന്ന് സകല മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും എല്ലാ രക്തസാക്ഷികളോടും ചേർന്ന് ഞങ്ങളങ്ങയെ നന്ദി പറഞ്ഞ് ആരാധിച്ച് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെയും ഇപ്പോൾ ഈ ആരാധനയിൽ സജീവമായി പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും എല്ലാ അവസ്ഥകളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെടണം. ഞങ്ങളുടെ രോഗപീഠകളില്, തകർച്ചകളില്, ബലഹീനതകളില്, കുറവുകളില്, മാനുഷിക പ്രകൃതിയില്, പൈശാചിക പീഡകളില്, ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ദുരാത്മ ദുർഭൂത ആധിപത്യ സാന്നിധ്യ ശക്തികളില്, ഞങ്ങളുടെ മേലുള്ള ശാപങ്ങളില് കർത്താവേ അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്
ഓരോ നിമിഷവും അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷാകരമായ പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കട്ടെ. ഈ കരുണയുടെ മണിക്കൂറിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി വന്ന് കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി ഈ സമയം ഞങ്ങളിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏതെല്ലാം മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏതെല്ലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അവരിലേക്കൊക്കെ കർത്താവേ അങ്ങയുടെ കൃപയും ശക്തിയും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ സൗഖ്യവും അങ്ങ് നൽകുന്ന വിടുതലും സ്വാതന്ത്ര്യവും ജീവന്റെ സമൃദ്ധിയും നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിങ്കിലേക്ക് നമ്മെല്ലാം സമർപ്പിച്ച് സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വം കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയേ, ഈശോയേ മഹത്വം കർത്താവേ സ്തുതിക്കുന്നു. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന് അങ്ങയുടെ മക്കളായി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ജീവിക്കുന്ന കർത്താവേ, കൂടെ വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളാരും നശിച്ചു പോകാതെ ഞങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. യേശുവേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ആരാധന, 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 ആരാധന. ദിവ്യകാരുണ്യമായ പൊന്നുതമ്പുരാനെ, ഞങ്ങളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി അങ്ങേയാണല്ലോ പിതാവായ ദൈവം ഞങ്ങൾക്ക് നൽകിയത്. ഈശോയെ, അങ്ങ് ഏകരക്ഷകനാണ്. അങ്ങയിലൂടെ അല്ലാതെ രക്ഷയില്ല. അങ്ങയെ സ്വന്തമാക്കാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. ഈശോയെ, അങ്ങയെ സ്വീകരിച്ച് അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങയുടെ ജീവനാൽ നിറയപ്പെട്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാ മക്കളും ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ, അങ്ങ് സൗഖ്യദാതാവാണ്. ഈശോയെ, അങ്ങ് ജീവദാതാവാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്. ഞങ്ങളാരും നശിച്ചു പോകാതിരിക്കാൻ
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങയുടെ മനുഷ്യാവതാരത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങേറ്റ സഹനങ്ങളെ ഓർത്ത്, തിരുമുറിവുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. അങ്ങയുടെ കുരിശുമരണത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ ഉത്ഥാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ രക്ഷാകരമായ എല്ലാ പ്രവൃത്തികളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ രക്ഷാകരമായ വലിയ അനുഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ആരാധനയില്, ഈ കരുണയുടെ മണിക്കൂറില് ഈശോയെ വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 2024 ഈ ആരംഭ ദിവസങ്ങളിൽ കർത്താവേ, അവിടുത്തെ വലിയ കൃപയും വലിയ ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ അതിശക്തമായിട്ട് ഞങ്ങളുടെ ഇടയിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു ഞങ്ങൾ കാണുന്നു. കർത്താവേ, മദ്യപാനത്തിന്റെയും ലഹരിയുടെയും കലഹത്തിന്റെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വാശിയുടെയും അനുസരണക്കേടിന്റെയും നന്ദികെട്ടതിന്റെയും ഒക്കെ ജീവിതങ്ങള് ഞങ്ങളുടെ ജീവിതത്തില്, കുടുംബത്തില്, സമൂഹത്തില്, സഭയില് സാത്താന്റെ ശക്തി ഇതാ അതിശക്തമാക്കി മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല ആഭിചാര്യത്തിന്റെ, മന്ത്രവാദത്തിന്റെ, പൈശാചിക ആരാധനകളുടെ മനുഷ്യ ചെയ്തു കൂടുന്ന നിരവധിയായ പാപത്തിന്റെ, അകൃത്യത്തിന്റെ ശാപങ്ങൾ ഇന്ന് ഭൂമിയും ലോകം മുഴുവനും അന്തരീക്ഷവും സകല മാനവകുലത്തിന്റെ ഓരോ മേഖലകളിലും അനുഭവിക്കുന്നല്ലോ. കർത്താവേ, സാത്താന്റെ ശക്തി അതിപ്രസരിച്ചു കൊണ്ടിരിക്കുമ്പോ അവന് വിട്ടുകൊടുത്ത് അങ്ങയുടെ മക്കൾ അങ്ങയെ വിട്ടുപേക്ഷിക്കുമ്പോ എത്രയോ നാശങ്ങളും തകർച്ചകളും ദുരന്തങ്ങളുമാ കടന്നു വരുന്നത്. ഈശോയെ, ഈ അവസ്ഥകളൊക്കെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ആരാധനയില് അങ്ങയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി, അങ്ങയുടെ ശക്തമായ രക്ഷാകര പ്രവൃത്തികൾ ഈ ലോകം മുഴുവനിലും പ്രകടമാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവേ, ഒത്തിരി രോഗങ്ങൾ, ഞങ്ങൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത രോഗാവസ്ഥകൾ, ഒത്തിരിയേറെ ചുമ വന്നിട്ട് ചുമ മാറുന്നില്ല, ശരീരം വേദന, കോവിഡ്, ഡെങ്കിപ്പനി, മറ്റു പല പകർച്ചവ്യാധികള് രോഗം വന്നിട്ട് അതിന്റെ ക്ഷീണം, അസ്വസ്ഥതകള്, ഒത്തിരിയേറെ മക്കള് കുഴഞ്ഞു വീണ് മരിക്കുന്നു, സ്ട്രോക്ക് വന്ന് മരിക്കുന്നു. ഈശോയെ, എത്രയോ അവസ്ഥകൾ മാറിയിരിക്കുന്നു. രോഗാവസ്ഥയില്, ആരോഗ്യ മേഖലകളില് കർത്താവേ, അങ്ങയുടെ മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡും വാക്സിനേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പൈശാചിക ശക്തികളും ഇന്ന് ലോകം മുഴുവനെയും മാനവകുലത്തെയും നശിപ്പിച്ചിരിക്കുമ്പോ യേശുവേ, ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ അങ്ങ് നൽകിയ അങ്ങയെ തന്നെ സ്വന്തമാക്കി, അങ്ങയുടെ കുരിശുമരണം സ്വന്തമാക്കി രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, ധാർമ്മികത നശിച്ചു പോയിരിക്കുന്നു. ഒത്തിരിയേറെ മൂല്യങ്ങൾ നശിച്ചു പോയിരിക്കുന്നു. കുടുംബത്തിൽ മക്കൾക്ക് പരസ്പരം സ്നേഹമില്ല, ബന്ധങ്ങളിൽ സ്നേഹമില്ല, നന്ദിയില്ലാത്ത മക്കള്, സ്നേഹമില്ലാത്ത മക്കള്, ദാമ്പത്യ ബന്ധങ്ങള്, കുടുംബജീവിതങ്ങള്, സഭയിലും സമൂഹത്തിലും പൗരോഹിത്യത്തിലും വാശിയും മാത്സര്യവും ഒത്തിരി പൈശാചിക ശക്തികൾക്കും ഇടം കൊടുത്തിരിക്കുന്നു. ഈ ഒരു കാലഘട്ടം കർത്താവേ, അങ്ങയെ അതുപോലെ സ്വന്തമാക്കി അങ്ങയുടെ ശക്തി പ്രകടമാക്കി ഞങ്ങൾ ജീവിക്കേണ്ടതാണല്ലോ. ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി പൈശാചിക ശക്തികൾ നിർവീര്യമാക്കപ്പെടാനും പരിശുദ്ധാത്മ ശക്തി നിറയപ്പെടാനും വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായും, ഞങ്ങളുടെ കുടുംബത്തെ കുടുംബപരമായും, സഭയെ സഭാ സമൂഹത്തിന്റെ മേഖലകളുമായിട്ട് ബന്ധപ്പെടുത്തിയും ലോകം മുഴുവനെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈശോ അല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ അവസ്ഥകളില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളില്, സഭയിലുള്ള എല്ലാ പ്രതിസന്ധികളില്, ലോകം മുഴുവനിലും ഒത്തിരി യുദ്ധങ്ങള്, മഹാമാരി, ഒത്തിരി പീഡനങ്ങള്, ഒത്തിരി പൈശാചിക ശക്തികള്, വാശിയും വെറുപ്പും കൊല്ലയും കൊലവിളിയും ഒക്കെയായിട്ട് ഒരു മനുഷ്യരെ കൊന്നൊടുക്കുന്ന അവസ്ഥകൾ, നൈജീരിയയിലും മറ്റും അനേക ക്രൈസ്തവ മക്കളെ കൊന്നൊടുക്കുന്ന പൈശാചിക ഭീകരതകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കരുണ
അങ്ങയുടെ നാമത്തില്, അങ്ങയുടെ കുരിശുമരണ ശക്തിയില് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനിലും സഭയിലും പ്രകടമാക്കിക്കൊണ്ട് സാത്താന്റെ ആധിപത്യങ്ങളെ, അവന്റെ പ്രവൃത്തികളെ, അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആധിപത്യങ്ങളെയും അവകാശങ്ങളെയും നിർവീര്യമാക്കിക്കൊണ്ട് അങ്ങയുടെ മക്കളെ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യാനീശോയെ, ഈ സമയം അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഈ മക്കൾ എവിടെയൊക്കെയാണോ, ആ വീട്, കട, വാഹനം എവിടെയുമാകട്ടെ, ആ ഇടങ്ങളെയും സ്ഥലങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളുടെ മേലും ഞങ്ങളുടെ അവസ്ഥകളുടെ മേലും കരുണ ചൊരിയണമേ. ഞങ്ങൾക്ക് വേണ്ട ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് അങ്ങയുടെ മക്കളായ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന്, സൗഖ്യപ്പെടുത്തണമേ എന്ന്, വിടുതൽ നൽകി അനുഗ്രഹിച്ച് വിശുദ്ധിയിൽ വളരുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈശോയെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. കർത്താവായ ഈശോയെ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങേക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ വേണ്ടി കർത്താവെ സമർപ്പണ ജീവിതത്തിലേക്കും അഭിഷിക്ത ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കും കർത്താവെ അങ്ങ് ഓരോ അവസ്ഥകളിലേക്ക് അങ്ങേ മക്കളെ വിളിച്ചിരിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുവാൻ കഴിയാതെ ഈ ജീവിതാവസ്ഥകളിലൊക്കെയും അങ്ങേ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ശക്തി, അങ്ങയുടെ ആശ്രയബോധം, അങ്ങയോടുള്ള സ്നേഹം കർത്താവെ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്, അങ്ങയെ മറന്നു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടും അതുപോലെ തന്നെ ദുഃഖവും പരാജയവും അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, വിവിധ ജീവിതാവസ്ഥകളിലേക്ക് അങ്ങ് വിളിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ ഈ സമയം അങ്ങ് കാണണമേ. കർത്താവെ, ലോകത്തിന്റെ വഴിയിലൂടെ അങ്ങയെ മറന്ന് ജീവിക്കുന്ന അവസരങ്ങളിലാണല്ലോ പലപ്പോഴും ജീവിതത്തിൽ പരാജയമുണ്ടാകുന്നത്. ലോകത്തിന്റെ വഴിയിൽ, ജഡമോഹത്തിൽ, സമ്പത്തിന്റെ പുറകെ, സ്വാർത്ഥതയുടെ പുറകെ, കർത്താവെ അങ്ങനെ പലതിനെയും പുറകെ തിന്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കുന്നത് വഴി അങ്ങയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ട് കർത്താവെ അങ്ങയെ മറന്ന് ജീവിക്കുന്നത് വഴി അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥതകളെ തിരിച്ചറിഞ്ഞ് തിന്മയെ ഉപേക്ഷിച്ച് കർത്താവെ അങ്ങയെ സ്വന്തമാക്കി കൃപയിലും വിശുദ്ധിയിലും അതുപോലെ ഓരോരുത്തരുമായിരിക്കുന്ന ജീവിതാവസ്ഥയിലും അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ അങ്ങേ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. കർത്താവേ, രോഗാവസ്ഥയിൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ രോഗങ്ങൾ, വേദനകൾ, അസ്വസ്ഥതകൾ, ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഞങ്ങളുടെ രോഗാവസ്ഥകളെ ഞങ്ങൾ അറിയുന്നു. അതെല്ലാം തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ ശിരസ് മുതൽ പാദം വരെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് ഓരോ അവയവങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സിലേക്ക് അങ്ങയുടെ തിരുരക്തം ഒഴുകട്ടെ. അങ്ങയുടെ തിരുമുറിവുകൾ കൊണ്ട് ഞങ്ങളുടെ മുറിവുകളെ അവിടെ ഉണക്കണമേ. ശാരീരികമായ വലിയ സൗഖ്യ ശക്തി വ്യാപരിക്കാൻ ജീവദായകമായ അങ്ങയുടെ തിരു ശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ശക്തി ഞങ്ങളിൽ അവിടുന്ന് പ്രകടമാക്കണമേ. കർത്താവേ, എല്ലാ രോഗികളായ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുമായ എല്ലാ രോഗികളെയും, ഒപ്പം ലോകം മുഴുവനിലുമുള്ള ഒത്തിരിയേറെ രോഗാവസ്ഥയിൽ കഴിയുന്ന ആശുപത്രികളിൽ, വെന്റിലേറ്ററുകളിൽ, പ്രത്യേകം മരണാസന്നരായി കഴിയുന്ന എല്ലാ രോഗികളുടെ മേലും കർത്താവേ അങ്ങയുടെ സൗഖ്യ ശക്തി വ്യാപരിക്കട്ടെ. മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട്, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ഒത്തിരി വേദനിക്കുന്ന അനേക മക്കള്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയില്
രോഗത്തിന്റെ വലിയ ശക്തി ഇന്നെല്ലാവരെയും എന്ന പോലെ കീഴടക്കുന്നു. കർത്താവ്, ഈ രോഗത്തിന്റെ ശക്തികൾ നിർവീര്യമാക്കിക്കൊണ്ട് അങ്ങയുടെ സൗഖ്യത്തിന് ശക്തി നിറച്ച് ജീവന്റെ സമൃദ്ധിയാൽ വലിയ സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും നൽകി ഞങ്ങളെ സമാധാനത്തിലേക്കും വലിയ സന്തോഷത്തിലേക്കും ആനയിക്കണമേ എന്ന് കർത്താവേ, എല്ലാ രോഗാവസ്ഥകളെയും എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഈശോയെ, പ്രത്യേകമായി പഠനത്തിന്റെ മേഖലയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈശോയെ, പല മേഖലകളിലും ഞങ്ങളുടെ മക്കൾ പരാജയപ്പെടുന്നു. കർത്താവേ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഏറെ അധ്വാനിച്ചിട്ടും പല പരീക്ഷകൾ എഴുതിയിട്ടും ടെസ്റ്റുകൾ എഴുതിയിട്ടും പാസ്സാകാത്തവര്, പാസ്സായിട്ടും ജോലി കിട്ടാത്തവര്, കർത്താവേ, അവരുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗങ്ങളിൽ കർത്താവെ മുന്നോട്ട് പോകാൻ കഴിയാത്ത നിരാശരായി കഴിയുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ, കർത്താവെ, അവർക്ക് ചേർന്ന ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതെ സങ്കടവുമായി കർത്താവെ, നിരാശയിലും ദുഃഖത്തിലും കണ്ണുനീരിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ തിരുഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ട കൃപാവരം നൽകണമേ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ അനുയോജ്യമായ അവരുടെ ജീവിത പങ്കാളിയെ നൽകണമേ. കർത്താവെ, അവരുടെ പരിശ്രമങ്ങൾക്ക് അങ്ങ് പ്രതിഫലം നൽകണമേ. ഈശോയെ, പരാജയമുണ്ടാകുമ്പോൾ ദുഃഖിതരും നിരാശരുമാകാതെ ദൈവത്തിന്റെ വലിയ ശക്തി, കർത്താവിന്റെ ഇടപെടൽ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ, മനസ്സിലാക്കുവാൻ വേണ്ട കൃപാവരം അവർക്ക് നൽകണമേ. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവെ, എല്ലാം ഞങ്ങൾക്ക് സാധ്യമാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുമെന്നും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യുമെന്നും തിരുവചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ മക്കളായ പ്രത്യേകിച്ചും യുവമക്കളായിട്ടുള്ള എല്ലാവരെയും ഈ സമയം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ഐക്യത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, ജീവിത പ്രതിസന്ധികളെ നേരിടുവാൻ, ഞാൻ ലോകത്തെ കീഴടക്കിയവനാണ് എന്ന് അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുവാൻ, കർത്താവെ, പ്രതിസന്ധിയിൽ തളരാതെ ഈശോയെ അങ്ങയോടും അങ്ങയുടെ വചനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുവാൻ വേണ്ട ശക്തി എല്ലാ മക്കൾക്കും, പ്രത്യേകിച്ച് യുവമക്കൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാവരേണമേ, വിജയം നൽകണമേ. നാഥാവരേണമേ, വിജയം നൽകണമേ. ഈശോയെ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അതിന് കാരണമായ മക്കളെയും മക്കളുടെ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോയ മക്കള്, കുദാശയില്ല, അങ്ങയോട് ബന്ധമില്ല, പ്രാർത്ഥനയില്ല, കുടുംബത്തോട് പോലും ബന്ധമില്ല, ഫുൾ ടൈം എന്ന പോലെ മൊബൈലിൽ അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ, തെറ്റായ സ്നേഹബന്ധത്തിൽ കുടുങ്ങി, കുദാശപരമായിട്ടും ക്രൈസ്തവ ജീവിതത്തിന് വിരുദ്ധമായ ബന്ധങ്ങളിൽ കുടുങ്ങി വഴിതെറ്റിപ്പോകുന്ന മക്കള്, കർത്താവെ, വിശുദ്ധിയില്ലാതെ ജീവിക്കുന്ന മക്കള്, കൂട്ടുകൂടി പോയി ലഹരിക്കും പബ്ബുകളിലും ഹോം സ്റ്റേകളിലും ചെടിക പാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളുടെ തന്നിട്ട സ്വഭാവം, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വഴിപിഴച്ചു പോകുന്ന മക്കൾ, ആ മക്കളെ ഓർത്ത് ഒത്തിരി ചങ്കുപൊട്ടിക്കരയുന്ന മാതാപിതാക്കൾ, അംഗീകരിക്കാൻ പറ്റാത്ത പാരമ്പര്യത്തിന്, കുടുംബത്തിന് നിരക്കാത്ത ബന്ധങ്ങളിൽ ചെന്നപ്പെട്ട് അതിൽ തന്നെ കുടുങ്ങി, അതിൽ അള്ളിപ്പിടിച്ചിട്ടുന്ന പോലെ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കള്, ഈശോയെ, ആ മക്കളെല്ലാം ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരും സഹനങ്ങളും ദുഃഖ നൊമ്പരങ്ങളും നെടുവീർപ്പുകളും ആ മക്കളോട് ചേർത്ത്, ഈ കുരിശോട് ചേർത്ത് ദിവികാര മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ദാനമായി തന്ന മക്കളെ അങ്ങ് തന്നെ ചേർത്ത് പിടിച്ച് നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്ന അങ്ങയുടെ കുരിശുമരണത്തിന്റെ ദിവ്യകാരുണ്യ ശക്തിയാൽ ഞങ്ങളെല്ലാ മക്കളെയും അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. അതോടൊപ്പം ഞങ്ങളെ മക്കൾ അനുഭവിക്കുന്ന ഈ സംഘർഷം കാലഘട്ടത്തിന്റെ ഓരോ മേഖലകളിലുള്ള മാത്സര്യം, അതിൽ വിജയിക്കാൻ പറ്റാതെ തോറ്റുപോകുന്ന മക്കള്, അടിമപ്പെട്ടു പോകുന്ന മക്കള്,
സാത്താനെതിരെയുള്ള ശക്തമായ യുദ്ധത്തില് ഞങ്ങളുടെ മക്കൾ തോറ്റുപോകും എന്ന അവസ്ഥകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ, മാലാഖമാരെ അയക്കണമേ. സ്വർഗത്തിന്റെ സഹായം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. അതിസ്വാഭാവികമായ കൃപകളാൽ നിറച്ച് സ്വർഗത്തിന്റെ സഹായത്തില് തിന്മയെ പരാജയപ്പെടുത്തി, ലോകത്തെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ മക്കൾ വിജയം പ്രാപിക്കുവാൻ, പഠനത്തിലും ജോലിയിലും ജീവിതത്തിലും വിജയം വരിക്കുവാൻ ഈശോയെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മാതാപിതാക്കളോട് ചേർന്ന് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടു കനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ഈശോയെ, വചനം മാംസമായി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഇമ്മാനുവേലായി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഞങ്ങളുടെ സന്തോഷങ്ങളിൽ, ഞങ്ങളുടെ വീഴ്ചകളിൽ കർത്താവേ ഞങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന കർത്താവേ, വചനം മാംസമായി ഈശോയെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി അങ്ങയുടെ വചനത്തിൽ ആഴപ്പെടുവാൻ, വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ അങ്ങേ പ്രിയപ്പെട്ട മക്കൾക്ക് വലിയ കൃപാവരം നൽകണമേ. ഈ കാലഘട്ടത്തില് കർത്താവ് കടന്നുപോകുന്ന ജീവിത വഴികളിൽ നിരാശരും ദുഃഖിതരുമായിരിക്കുമ്പോൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ, ഇരുളിൽ തപ്പിത്തടയുമ്പോൾ ജീവന്റെ പ്രകാശമായ കർത്താവെ, ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കായ അങ്ങയുടെ തിരുവചനത്തിൽ കർത്താവെ ആഴമായി ആ വചനത്തിൽ ആശ്രയം കണ്ടെത്തുവാൻ, വചനത്തിന്റെ ശക്തിയിൽ ജീവിക്കുവാൻ, വചനത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അങ്ങേ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥന കേട്ടു കനിയണേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കർത്താവേ, ഞങ്ങളുടെ സഭാധികാരികളെ അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പാരമ്പര്യത്തിനും ദൈവവചനത്തിനും ഉറപ്പിക്കപ്പെട്ട അധികാരികളായിട്ട് എല്ലാ മക്കളും മാറട്ടെ. വചനമനുസരിക്കാത്ത, ദൈവപ്രമാണങ്ങൾക്കും ദൈവകൽപ്പനകൾക്കും പ്രാധാന്യം കൊടുക്കാത്ത, പരിശുദ്ധാത്മാവിനാല് നയിക്കപ്പെടാത്ത അധികാര മേഖലകളെ കർത്താവെ ഞങ്ങൾ എടുത്തു മാറ്റണമേ. കർത്താവെ, സ്വർഗത്തിന്റെ സഹായത്തില്, കൃപയുടെ സമൃദ്ധിയില്, PhD-യുടെയോ ഡോക്ടറേറ്റിന്റെയോ ബുദ്ധിയുടെയോ തലത്തിൽ, ഭൗതികതയുടെ തലത്തിൽ സഭയെ നയിക്കുന്ന അധികാരികളെ എടുത്തു മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, അഭിഷേകത്താൽ നയിക്കപ്പെടുന്ന, വചനത്താൽ നയിക്കപ്പെടുന്ന, ഒരു വെള്ളം ചേർക്കാത്ത വലിയ തീവ്രതയില്, തീഷ്ണതയില് ഈ പൈശാചിക സാന്നിധ്യത്താൽ നിറയപ്പെട്ട ഈ കാലഘട്ടത്തില് കർത്താവേ, ഒരു വെള്ളവും ചേർക്കാത്ത വചനത്തിന്റെ ആ പാരമ്പര്യത്തിന്റെ, വിശുദ്ധർ ജീവിച്ച ജീവിതത്തിന്റെ ആ പരിശുദ്ധിയില് സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ട അഭിഷിക്തരെയും അധികാരികളെയും നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവേ, അങ്ങയുടെ സഭയെ അങ്ങ് തന്നെ കാത്തു പരിപാലിക്കണമേ. പിശാചിന് കടന്നു വരാൻ വാതിൽ തുറന്നു കൊടുക്കാത്ത എല്ലാ വാതിലുകളും, തിന്മയുടെ സ്വാധീനങ്ങളെ, ആ ശത്രുവിന്റെ വാതിലുകളെ, അവർ കടന്നു വരുന്ന വാതിലുകളെ അടച്ചുപൂട്ടി സഭയെ പൊതിഞ്ഞു പിടിക്കാൻ കഴിവുള്ള, കൃപയുള്ള, ശക്തിയുള്ള, അഭിഷേകമുള്ള അധികാരികളെയും അഭിഷിക്തരെയും കർത്താവേ സഭയ്ക്ക് വേണ്ടി ഉയർത്തണമേ എന്ന്, കുടുംബങ്ങൾക്ക് വേണ്ടി ഉയർത്തണമേ എന്ന് അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. കർത്താവേ, വെറുപ്പിലും വിദ്വേഷത്തിലും ഐക്യമില്ലായ്മയിലും കഴിയുന്ന കുടുംബങ്ങളെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ തമ്മില്, മാതാപിതാക്കളും മക്കളും തമ്മില്, അയൽക്കാർ തമ്മില് കർത്താവെ, കൊച്ചു കൊച്ചു കാര്യത്തിന്റെ പേരിൽ, പരസ്പരം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ വെറുപ്പിലും വിദ്വേഷത്തിലും കർത്താവെ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹത്തിൽ അവരെ അങ്ങ് ഒന്നിച്ചു ചേർക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ കർത്താവെ ഒരേ മനസ്സോടുകൂടി ജീവിക്കുവാൻ കർത്താവെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. തിന്മയുടെ പ്രവൃത്തി വ്യക്തികളെ തമ്മില്, കുടുംബങ്ങളെ തമ്മില് അകറ്റുക എന്നുള്ളതാണ്. ഈശോയെ,
ഒരു വലിയ പരിധിവരെ കുടുംബജീവിതത്തിലും സഭയിലും ഇതിന്റെ വലിയ നേർക്കാഴ്ചകളാണല്ലോ ഞങ്ങൾ കാണുന്നത്. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അവർ തമ്മിലുള്ള ഇഷ്ടക്കേടുകളെ മാറ്റി സ്നേഹത്തിന്റെ ഒരുമയില്, ഹൃദയ ഐക്യത്തില്, സഹോദരങ്ങളെ പോലെ, ദൈവത്തിന്റെ മക്കളെ പോലെ ജീവിക്കുവാൻ വേണ്ട കൃപാവരം, പ്രത്യേകിച്ചും കുടുംബങ്ങളിലുള്ള അകന്നു നിൽക്കുന്ന കുടുംബങ്ങളില് കർത്താവെ കൃപാവരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പാവനാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയേണമേ. ആത്മാവേ, പാവനാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയേണമേ. കർത്താവേ, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള വാരാന്ത്യ ധ്യാനത്തെയും, കർത്താവെ ആദ്യ വെള്ളി ശുശ്രൂഷയെയും 2-ാം ശനി കൺവെൻഷനെയും അങ്ങ് തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവെ, ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അഭിഷിക്തരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും ആ മക്കളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ മേഖലകള്, സാമ്പത്തിക മേഖലകള്, ആരോഗ്യ മേഖലകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ധ്യാനത്തിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന മക്കളെയും ഇനിയും ബുക്ക് ചെയ്യാനിരിക്കുന്ന മക്കളെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. വലിയ ശക്തീകരണത്തിന്റെയും വിടുതലിന്റെയും അനുഭവത്തിലേക്ക് നയിക്കത്തക്ക വിധം ഈ ധ്യാന കേന്ദ്രത്തെ, ശുശ്രൂഷകരെ, അഭിഷിക്തരെ അവിടുന്ന് ബലപ്പെടുത്തി അധികാരപ്പെടുത്തണമേ. കൃപയുടെ ഭവനമാക്കി മാറ്റി അങ്ങയുടെ മക്കൾ ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ, ഇതിന്റെ പടി ചവിട്ടുമ്പോൾ തന്നെ അങ്ങയുടെ കൃപയുടെ ശക്തി അനുഭവിക്കത്തക്ക വിധം ഈ ഭവനത്തെ, ഈ അന്തരീക്ഷത്തെ, ഈ ധ്യാന കേന്ദ്രത്തിന്റെ മണ്ണിനെ, ഇതിന്റെ പ്രവേശന കവാടങ്ങളെ, മക്കൾ വസിക്കുന്ന ഇടങ്ങളെ, ദേവാലയത്തെ, നിത്യാരാധന ചാപ്പലിനെ കർത്താവേ വലിയ അഭിഷേകത്തിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. മാലാഖമാര്, വിശുദ്ധര്, പരിശുദ്ധ അമ്മ, യോസേപ്പ് പിതാവ്, സകല വിശുദ്ധരും കർത്താവേ ഈ ആലയത്തിൽ നിറയട്ടെ. ദൈവകൃപയുടെ വലിയ അഭിഷേകത്താൽ കാർമൽ ധ്യാന കേന്ദ്രം അനുഗ്രഹിക്കപ്പെടാനും അനേകം ആത്മാക്കൾക്ക് വലിയ വിടുതലും സ്വാതന്ത്ര്യം നൽകുന്ന വലിയ ശക്തി ഇവിടെ പ്രവഹിക്കാനും കർത്താവേ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ഈശോയെ, പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ ആകസ്മികമായി ഉണ്ടായ അപകടങ്ങളിൽ മരണപ്പെട്ടു പോയ പ്രിയ മക്കള്, പ്രത്യേകിച്ച് യുവമക്കള് ഉണ്ട്, അപകടങ്ങളിൽപ്പെട്ട് മരിച്ചു പോയിട്ടുള്ളവര്. ഈശോയെ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, ബന്ധുക്കള് ഒരുപാട് ദുഃഖത്തില്, നിരാശയില്, സങ്കടത്തിൽ കഴിയുന്ന കാഴ്ചകൾ കർത്താവേ ഞങ്ങൾ കാണുന്നു. ഈശോയെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ശൂന്യത, നഷ്ടബോധം, കർത്താവേ ഇരുട്ട്, അന്ധകാരം, സങ്കടങ്ങള് ഈശോയെ അങ്ങ് എടുത്തു മാറ്റണമേ. ഓരോ ജന്മവും ദൈവത്തിന്റെ സ്വന്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവൻ ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഞങ്ങളെ അങ്ങ് വിളിക്കുന്നുവല്ലോ. കർത്താവേ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, പ്രിയപ്പെട്ട മക്കളെക്കുറിച്ച്, മരിച്ചുപോയ മക്കളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നു. ഈശോയെ, മരണം മൂലം വേർപെട്ടു പോയ അവരുടെ മക്കളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ദുഃഖിക്കാതെ ദൈവകരങ്ങളിൽ അവരെ സമർപ്പിച്ച് കർത്താവെ, അവരെ കർത്താവിന്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവെ ആ വേർപാടിന്റെ ശൂന്യതയുടെ ആ അസ്വസ്ഥതയിൽ നിന്നും കർത്താവെ അവർക്ക് വിമോചനം നൽകണമേ എന്നും ഈശോയിൽ ആശ്രയിക്കുവാൻ വേണ്ട കൃപ നൽകണമേ എന്നും കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ കരുണയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെടില്ലെന്നുള്ള അങ്ങയുടെ വാഗ്ദാനത്തിൽ അടിസ്ഥാനമുറപ്പിച്ചുകൊണ്ട് ഈ 3 മണി സമയം
ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ കരുണയുടെ പ്രവാഹത്തിനു വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ പ്രാർത്ഥനകളും, നമ്മുടെ എല്ലാ അവസ്ഥകളും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കരുണ പ്രവാഹത്തിന്റെ കുത്തൊഴുക്ക് പോലെ നിറഞ്ഞൊഴുകുന്ന കർത്താവിന്റെ കാരുണ്യത്തിന്റെ സമൃദ്ധിയിലേക്ക് എല്ലാം പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ ജപമാലയിലൂടെ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും വലിയ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് വലിയ കാരുണ്യത്തിന്റെ പ്രവൃത്തിയാണ് മക്കളെ. ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഈശോയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയില് പിതാവായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയാണ് നാം ചെയ്യുന്നത്. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഓരോ മേഖലകൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവൃത്തി, പ്രാർത്ഥന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയാണ്. ഈ വലിയ വിശ്വാസത്തോടെ, സത്യത്തോടെ, ആ വലിയ പ്രത്യാശയില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കാൻ, പ്രത്യേകിച്ചും കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് ദാമ്പത്യ ജീവിതം തന്നെ, കുടുംബജീവിതം തന്നെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക മക്കൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണ കുടുംബങ്ങളിലേക്ക് നിറഞ്ഞൊഴുകാനും പൂർവ്വ പാപശാപ പൈശാചിക ബന്ധനങ്ങൾ, കുടുംബവൃക്ഷത്തിന്റെ പൈശാചിക ശക്തികളും എല്ലാ തടസ്സങ്ങളും വിട്ടുമാറിപ്പോകാനും വലിയ സൗഖ്യവും വിടുതലും സമാധാനവും സന്തോഷവും സ്നേഹവും ഐക്യവും കുടുംബങ്ങൾ നിറയപ്പെടാനൊക്കെ വേണ്ടി നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് എല്ലാ മരണാസന്നരായ മക്കളെയും നമുക്ക് കർത്താവിലേക്ക് സമർപ്പിക്കാം. വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലും കിടപ്പ് രോഗാവസ്ഥയിലും വെന്റിലേറ്ററുകളിലുമൊക്കെ മരണത്തോട് മല്ലടിച്ചു കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹിത പ്രകാരം സൗഖ്യം ആവശ്യമായ മക്കൾക്ക് സൗഖ്യവും നല്ല മരണം ആവശ്യമായ മക്കൾക്ക് നല്ല മരണവും ഈ സമയത്തിന് ആവശ്യമായ സ്വർഗത്തിന്റെ സമാധാനവും സൗഖ്യവും വിടുതലുമെല്ലാം നൽകി സ്വർഗീയ സംരക്ഷണത്തില് മരണാസന്നരായ എല്ലാ മക്കളെയും വാർദ്ധക്യത്തിലൊക്കെ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും മരണാസന്നരായ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എല്ലാ യുവമക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവിന്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ ഹൃദയം കുത്തി തുറന്ന് നമുക്ക് വേണ്ടി രക്ഷയ്ക്കായി ഒഴുക്കിയ ആ തിരുജലത്തിന്റെയും തിരു രക്തത്തിന്റെയും ശക്തി നമ്മുടെ ഈ എല്ലാ യുവമക്കളെയും കഴുകി വിശുദ്ധീകരിച്ച് ഏറ്റവും സുരക്ഷിതമായ സ്വർഗ സംരക്ഷണത്തിന്റെ കോട്ടയായ തിരുഹൃദയത്തിനുള്ളിലേക്ക് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് ആ കരുണയാൽ പൊതിഞ്ഞ് മറ്റെല്ലാത്തിൽ നിന്നും മോചനം നൽകി അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹവും സമാധാനവും സന്തോഷവും അനുഭവിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാ മക്കളുടെ മേലും യുവമക്കളെയും കുഞ്ഞുമക്കളെയൊക്കെ ഒരുമിച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എല്ലാ അഭിഷിക്തരെയും കർത്താവിന്റെ കരുണയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അഭിഷേകം ചെയ്ത് പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക്, അധികാര മേഖലയിലേക്ക് ഉയർത്തിയ അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ പരിശുദ്ധ പിതാവിനെയും കർദിനാൾമാരെയും എല്ലാ മെത്രാന്മാരെയും എല്ലാ പുരോഹിതരെയും സന്യാസ വൈദികരെയും എല്ലാ അധികാരികളെയും സഭയ്ക്കും സന്യാസ ജീവിതത്തിനും അതോടൊപ്പം തന്നെ ഓരോ ശുശ്രൂഷകൾക്കും നേതൃത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും എല്ലാ വിളിക്കപ്പെട്ട സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കരുണയാൽ നിറയപ്പെട്ട് വചനത്തിനും വിശുദ്ധിക്കും പാരമ്പര്യത്തിനും സഭയുടെ ചൈതന്യത്തിനും നിരക്കുന്ന അഭിഷേകത്തിന്റെ നിറവ് എല്ലാ അഭിഷിക്തർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ എന്ന് വലിയ സ്നേഹത്തോടെ അതിലേറെ ദാഹത്തോടെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഈ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ അഭിഷിക്തരുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിന്റെ കരുണയ്ക്കായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിന്റെ മനസ്സെന്താണോ ഈ ആലയത്തെ കുറിച്ച്, അത് നിറവേറപ്പെടണം. ആ അഭിഷേകം ഈ ആലയത്തിൽ നിറയപ്പെടാനും ഇവിടെ അഭിഷിക്തരിലും ശുശ്രൂഷകളിലും നിറയപ്പെടാനും ഇടയാകണം. ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ, കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെട്ടിരിക്കുന്ന ആലയമാണിത്. നിത്യ ആരാധനയുണ്ട് ഇവിടെ. ഒത്തിരിയേറെ മക്കൾ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുന്നു, ധ്യാനത്തിന് കടന്നു വരുന്നു. സ്വർഗത്തിന്റെ വലിയ വിളി ഇവിടെ നടക്കുമ്പോ അതിനനുസരിച്ച് അഭിഷേകമുള്ള, കൃപയുള്ള, ശക്തിയുള്ള, സംരക്ഷണമുള്ള ഒരാലയമായിട്ട് ഈ കാർമൽ ധ്യാന കേന്ദ്രം രൂപാന്തരപ്പെടണം, മാറണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ മേലും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും നിറയപ്പെടാനിടയാകണം. ഈ മാസം 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ധ്യാനവും 20-ാം തീയതി മുതൽ 20-21 ദിവസങ്ങളുടെ ധ്യാനങ്ങളും 2 വാരാന്ത്യ ധ്യാനങ്ങളാണ്. ധ്യാനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കർത്താവിന്റെ മനസ്സറിഞ്ഞുള്ള ശുശ്രൂഷകൾ ഈ ആലയത്തില് നിറവേറപ്പെടണം. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ട ആരോഗ്യവും കൃപയും അഭിഷേകവും ശക്തിയും അഭിഷിക്തർക്കെല്ലാം നൽകി, കാർമൽ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകർക്കും നൽകി, അടുക്കള മുതൽ അൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദിവ്യകാരുണ്യീശോയെ, ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളുടെ വേദനകൾ, ദുഃഖഭാരങ്ങൾ, നിയോഗങ്ങൾ, ലോകത്തിന്റെ നിയോഗങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ, മക്കളുടെ, രോഗികളുടെ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപയരളിയതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഈശോയെ, അങ്ങയുടെ ശക്തമായ ഇടപെടൽ, അങ്ങയുടെ കാരുണ്യത്തിന്റെ വലിയ അനുഭവം അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, രക്ഷാകര പ്രവൃത്തികളിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും, എല്ലാ മക്കളെയും, എല്ലാ നിയോഗങ്ങളെയും, ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകള്, നിയോഗങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നന്ദി പറഞ്ഞ കർത്താവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. ഈ ആരാധനയോർത്ത്, ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ആരാധന, ആരാധന, മഹത്വം, മഹത്വം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. സംരക്ഷിക്കണമേ, കോട്ടപ്പണികളെ കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദ മുദ്രയാൽ, കുരിശിനാൽ മുദ്ര വെച്ച് ദിവ്യകാരുണ്യ ഹൃദയത്തിൽ ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എപ്പോഴും സുരക്ഷിതരാക്കി സംരക്ഷണത്തിന്റെ വലിയ നിറവില് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ മക്കളെ, കർത്താവേ, വിദൂരതയിലായിരിക്കുന്ന മക്കളെ ഈ ആരാധനയിൽ പങ്കെടുത്ത് കർത്താവേ ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയോടൊപ്പം ആയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ അങ്ങേ ആശീർവദിക്കണമേ, അങ്ങയുടെ കൃപ വർഷിക്കണമേ, അങ്ങയുടെ സമാധാനം നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. യേശുവേ നന്ദി, സ്തുതി, സ്തുതി. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ
പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവെന്ന്.